ഹായ്, വെൽക്കം ടു സുമി ടോക്കീസ്. പേട്രിയറ്റ് കണ്ടു. ഞാനങ്ങനെ FTFS റിവ്യൂസ് അങ്ങനെ ഇടാറില്ല. എനിക്ക് അനാലിസിസ് ചെയ്യുന്നതാണ് ഇഷ്ടം സിനിമകൾ. പക്ഷേ ഇതൊരു മച്ച് ആൻറ്റിസിപ്പേറ്റഡ് ഫിലിം ആയിരുന്നല്ലോ. അത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റും കാര്യങ്ങളും. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു പ്രൊമോ പോലെ ഒരു ചാറ്റ് ഷോ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് അത് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു FTFS കാണാം സിനിമ എന്നുള്ളത്. എനിക്ക് പൊതുവെ ഈ സിനിമ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനങ്ങനെ ഈ ഈ സിനിമയെ പറ്റി പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ടുള്ളൊരു നെഗറ്റീവ് വേവ് ഉണ്ട്. അത് എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതുമാത്രമല്ല അതൊരു കോർപ്പറേറ്റ് ലെവലിൽ കൊണ്ടുവന്നിട്ട് അതൊരു നാഷണൽ സെക്യൂരിറ്റി ലെവലിലേക്കൊക്കെ അതിനെ കണക്ട് ചെയ്ത് അങ്ങനെ ഒരു ഹൈ റേഞ്ചിലാണ് മഹേഷ് നാരായൺ ഈ സബ്ജക്റ്റിനെ ഡീൽ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഫസ്റ്റ് ഹാഫിൽ ആ വേൾഡ് ബിൽഡിംഗ് ഉണ്ട് ഇതിൻ്റെ, അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല പേസിങ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഒരു ബ്രേക്ക് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഒരു എക്സ്പെക്റ്റേഷനൊക്കെ തന്ന് അങ്ങനെ ഉണ്ടായ ഒരു ഇൻ്റർവെൽ പഞ്ചായിരുന്നു. സെക്കൻഡ് ഹാഫിലെത്തുമ്പോൾ ബേസിക്കലി സിനിമ ഒബ്വിയസ്ലി ഈ ഒരു 180, അതായത് 3 അവർ ശരിക്കും ഉണ്ട് സിനിമ. 3 മണിക്കൂറുള്ളൊരു സിനിമ ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് കോണ്ടന്റ് ഇല്ല സിനിമയിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ നമ്മളിപ്പോൾ പറഞ്ഞ പോലത്തെ ഒരു കോർപ്പറേറ്റ് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലെവലിലുള്ള ഒരു ഡീലിംഗ് ആയതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഇങ്ങനെ ഈ ഒരു ടോപ്പിക്കൊന്നും നമ്മൾ അങ്ങനെ അധികമൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെ ഇല്ലെന്ന് പറയാം. പക്ഷെ നമുക്ക് കണ്ട് പരിചയമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ആ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ ഒരു സിനിമയ്ക്കൊരു പ്രിഡിക്റ്റബിലിറ്റി വന്നു എന്നുള്ളത് ഒരു സത്യമാണ്. മാത്രമല്ല അവസാനം കൊണ്ടുവരുന്നൊരു ഒരു ഒരു ട്വിസ്റ്റ്. അപ്പോൾ അത് നമുക്ക് എനിക്ക് അത്ര അങ്ങോട്ട് ഡൈജസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അതിൻ്റെ ഒരു പെട്ടെന്ന് തന്നെ സറണ്ടർ ചെയ്യുന്നുണ്ട് ആ ട്വിസ്റ്റ് നടക്കുമ്പോഴേ. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു ക്യാരക്ടർ അത് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെ നമ്മൾ അതുവരെ കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു മോഡിലല്ല. അപ്പം നമ്മൾ ഡെഫിനറ്റ്ലി അത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ചിന്തിക്കും. മാത്രമല്ല ചില സ്ഥലങ്ങളിലൊക്കെ ഒബ്വിയസ്ലി ഇതൊരു ടെക്നിക്കൽ സബ്ജക്റ്റാണ്. ഡേറ്റ തെഫ്റ്റാണ് ബേസിക് ഒരു തീം. ഞാൻ വേറെ ഒന്നും ഒരു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറേ ടെക്നിക്കൽ സംഭവങ്ങൾ സിനിമയിൽ കംപ്ലീറ്റ് എക്രോസ് സ്വതവേ മഹേഷ് നാരായണൻ ഒരു ഇഷ്ടമുള്ളൊരു സ്പേസും കൂടിയാണല്ലോ അത്. അപ്പോൾ അത് ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ഇടയിൽ ചില ലൂപ്പ് ഹോൾസും ലോജിക്കൽ സംഭവങ്ങളൊക്കെ വളരെ ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സംഭവിക്കുന്നുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല. ചില സമയത്ത് സിനിമ വളരെ സിനിമാറ്റിക്കും ആവുന്നുണ്ട്. അതും ഒരു പ്രോബ്ലമായിട്ട് എടുക്കുന്നില്ല. സിനിമ ഒബ്വിയസ്ലി സിനിമയിൽ അങ്ങനത്തെ ഒരു സിനിമാറ്റിക് ലൂപ്പ് ഹോൾസൊക്കെ വന്നാലല്ലേ നമുക്ക് സിനിമാറ്റിക് ആയിട്ട് സിനിമ ഫീൽ ചെയ്യുള്ളൂ. അത് ഇടയ്ക്ക് സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു ബ്ലെൻഡായിട്ടാണ് സിനിമ നിൽക്കുന്നത്. ഇതിൽ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും നമുക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ച് അത്യാവശ്യം അവയർനെസ് ഒക്കെ ഉണ്ട്. സബ്ജക്റ്റ് കറണ്ട് തീമാണ്. മമ്മൂട്ടി പറഞ്ഞ പോലെ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സബ്ജക്റ്റാണ്. ഡെഫിനറ്റ്ലി ഫിക്ഷണലാണ്. പക്ഷേ ഇതിൽ ആ ഒരു എനിക്ക് ഏറ്റവും അധികം മഹേഷിനെ അതിൽ ഇഷ്ടപ്പെട്ടത്, എനിക്ക് മഹേഷിൻ്റെ സ്ക്രിപ്റ്റ് ഇതിൽ അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് പോയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. അത് കൊണ്ടുപോയ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറൊരു കാര്യം എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്, ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലൊക്കെ 18 ഇയേഴ്സിന് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ. അതുപോലെ തന്നെ ഫഹദുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, രേവതിയുണ്ട്, ദർശനം. ഇങ്ങനെ ഒരു വലിയ ഒരുപാട് ആളുകൾ ഈ സിനിമയുടെ പാർട്ടായിട്ട് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്ത രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവരെ എല്ലാം മഹേഷ് ഡീൽ ചെയ്തത് മമ്മൂട്ടി പറഞ്ഞ പോലെ തന്നെ കോണ്ടന്റ് ഈസ് ദി കിങ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇവർക്കൊക്കെ ഇത്തരമൊരു സംഭവം എക്സിക്യൂഷൻ ചെയ്യാനുള്ള ഒരു ക്യാരക്ടേഴ്സായിട്ട് തന്നെയാണ് ഇവരെ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ ഇതിൽ മാസൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫാൻസിനൊക്കെ ഡെഫിനറ്റ്ലി അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പിന്നെ മമ്മൂട്ടി മോഹൻലാൽ, അതായത് മമ്മൂട്ടി തന്നെയാണ് താരം, അതിൽ തർക്കമൊന്നുമില്ല. മമ്മൂട്ടിയുടെ ഡാനി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇതിൽ ഒരുപാട് അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഡ്രൈവ് ചെയ്യുന്നത് ആ ക്യാരക്ടറാണ്. അപ്പോൾ മമ്മൂട്ടി വളരെ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഈ സിനിമ ചെയ്തിട്ടുള്ളത്. മമ്മൂട്ടി കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്, പക്ഷേ
ആ ഒരു ആം, അവരൊന്നും അത്ര ഒരു ചെറുപ്പമാക്കിയിട്ടൊന്നും കോസ്റ്റ്യൂമിലൊന്നും കൊണ്ടുവരാതെ അവരുടെ ഒരു റിയൽ ഏജിലൊക്കെ തന്നെ നിർത്തിക്കൊണ്ടാണ് മഹേഷ് ഈ ഒരു ക്യാരക്ടറിനെ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ആക്ഷൻ സീക്വൻസിൽ ഒബ്വിയസ്ലി മമ്മൂട്ടിയുടെ അവിടെ കുറച്ച് മറിമായങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ മോഹൻലാലിൻ്റെ ഒരു നല്ല ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ മോഹൻലാൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. പൊതുവെ ആക്ഷൻ കൊള്ളാം ഇത് സിനിമയിൽ. പിന്നെ ഇതിൽ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമേ ഇങ്ങനെ ഇത് സംഭവിക്കുള്ളൂ എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. വേറെ ഒറ്റ ഇൻഡസ്ട്രിയിലും ഇതിൽ മോഹൻലാലിന് കൊടുത്തിട്ടുള്ള ഒബ്വിയസ്ലി ഒരു വളരെ ഒരു ഷോർട്ട് ഒരു സ്പേസേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ വേറൊരിടത്തും സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ ആ ഒരു ക്യാരക്ടറിനെ എടുത്ത് പിന്നെ മോഹൻലാൽ ചെയ്ത രീതിയുണ്ടല്ലോ, അതിൽ മഹേഷ് കൊണ്ടുവന്ന ഒരു കൺട്രോൾ എന്ന് പറയുന്നത് മോഹൻലാലിനെ എനിക്ക് സത്യത്തിൽ ഈ സിനിമയിൽ ഇഷ്ടപ്പെടുകയാണ് ചെയ്തത്. എനിക്ക് മോഹൻലാലിൻ്റെ ഈ രീതിയിലുള്ളൊരു ടാലൻറ്റ് ഒരു എക്സ്പ്ലോറേഷനാണ് എനിക്ക് സത്യത്തിൽ ഇഷ്ടം. അല്ലാതെ നമ്മൾ പണ്ട് മുതലേ കണ്ട് മോഹൻലാലിനെ മോഹൻലാലാക്കിയ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ രഞ്ജിത്ത് ക്യാരക്ടേഴ്സിനൊക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിലും ആളുകൾക്ക് എപ്പോഴും കാണാൻ ഇഷ്ടം അതൊക്കെ തന്നെയാണ്. മുണ്ട് മടക്കി കുത്തിയ മോഹൻലാൽ തന്നെയാണല്ലോ എപ്പോഴും ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ ആ രീതിയിൽ ഒന്നുമല്ല മോഹൻലാലിനെ ഫ്രെയിം ചെയ്തിട്ടുള്ളതെന്നുള്ള ഏറ്റവും വലിയ റിലീഫ്. എന്നാൽ അത്യാവശ്യം ആ ഒരു ടാലൻറ്റ് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. ചില ഡയലോഗുകളൊക്കെ ഉണ്ട് കേട്ടോ, ഒരു കാർ സീക്വൻസിലൊക്കെ ചില ഡയലോഗുകളൊക്കെ കുറച്ച് ബോറായിട്ടാണ് തോന്നിയത്. പക്ഷേ അവിടുത്തെ ആക്ഷൻ സീക്വൻസ് കൊള്ളായിരുന്നു, ക്യാമറ കൊള്ളായിരുന്നു. അങ്ങനെ പൊതുവേ ടെക്നിക്കലി നല്ല ബ്രില്യൻ്റ് ആട്ടോ സിനിമ. ഇപ്പോൾ എഡിറ്റിങ്ങിൽ പിന്നെ മഹേഷിൻ്റെ കൂടെ രാഹുൽ രാധാകൃഷ്ണനുണ്ട്. അതുപോലെ ക്യാമറ മനുഷാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സുഷിൻ്റെ മ്യൂസിക് സെക്കൻഡ് ഹാഫിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് മേച്ച് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഒരു ക്യാമറയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് പല പല ആംഗിളുകളിൽ ക്യാമറ വെച്ചിട്ടൊക്കെ ചെയ്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഒരു ക്ലാസി ഒരു ലുക്ക് ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ സിനിമ എടുത്തിട്ട് പുറമെ നമ്മളുടെ ഏറ്റവും വലിയൊരു ടോപ്പിക് അതാണല്ലോ, മലയാള സിനിമയെ പാൻ ഇന്ത്യ ആക്കുക, ഗ്ലോബലാക്കുക എന്നൊക്കെ പറയുന്നൊരു സംഭവം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് പിന്നെ ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. പിന്നെ ഇതിൽ ചില താരങ്ങൾ എന്തിനായിരുന്നു എന്ന് തോന്നാം, എസ്പെഷ്യലി നയൻതാര. പക്ഷേ എനിക്ക് നയൻതാരയും യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ താരങ്ങളും ഇപ്പോൾ ദർശനീനാണെങ്കിൽ ദർശനയൊക്കെ ബേസിക്കലി എനിക്ക് പേഴ്സണലി പലപ്പോഴും ദർശന എനിക്ക് ക്യാരക്ടർ ആ ഒരു കോസ്റ്റ്യൂം അതിലൊക്കെ ദർശനെ കാണുമ്പോഴേ പല സിനിമകളിലും ദർശനമായിട്ട് നിൽക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇതിലങ്ങനെയല്ല. കറക്റ്റ് ആ ഒരു ക്യാരക്ടർ ആ ഒരു കോർപ്പറേറ്റ് ലെവലിൽ ആ ക്യാരക്ടറായിട്ട് തന്നെ ദർശനയുടെ ലുക്സും കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. പിന്നെ നമ്മുടെ സരിൻ ഷാബ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വലിയ റോളാണ് കൊടുത്തത്. അതേപോലെ കേട്ടോ ആ ക്യാരക്ടറിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ രേവതിയുടെ കാര്യം പറയാനില്ല. കാരണം രേവതി ഇപ്പോൾ വരുന്ന എല്ലാ സിനിമകളിലും രേവതിക്ക് ആ ഒരു ഹൈ എൻഡിലുള്ള ഒരു ഇതുള്ളതുകൊണ്ട്, ഒരു പ്രൊഫൈലുള്ളതുകൊണ്ട്, അതായത് ഞാൻ പറഞ്ഞ സ്ക്രീൻ പ്രസൻസ് ആണ് കേട്ടോ. അത് ശരിക്കും യൂസ് ചെയ്യുന്ന ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഇപ്പോൾ രേവതിക്ക് കിട്ടുന്നുണ്ട്. രേവതി ഇതിലും അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രേസുണ്ട്. ഗ്രേസിന് ഒരു ചെറിയതാണ്, പക്ഷെ ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രസമായിട്ട് ആ ഒരു സ്പേസിങ് ഉപയോഗിച്ചിട്ടുണ്ട്. ജിനു ഉണ്ട്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ കുഞ്ചാക്കോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഞ്ചാക്കോന് അത്ര ഒരു ഹൈപ്പുള്ള ക്യാരക്ടറൊന്നുമില്ല. ഹൈപ്പ് ഇൻ ദ സെൻസ് ആളുടെ ക്യാരക്ടറിൽ എന്താണ് ചെയ്യാനുള്ളത് അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, നമ്മൾ പറയില്ല അധികമൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു ക്യാരക്ടറാണത്. അങ്ങനെ നമ്മളങ്ങനെ ഒരു ഓർത്തിരിക്കുന്നൊരു സംഭവം കുറവാണ്. പിന്നെ ഫഹദിൻ്റെ കാര്യം പറയാം. ഫഹദിന് ഒബ്വിയസ്ലി കോർപ്പറേറ്റ് ഗായ്, ആ സെമി സൈക്കോ മൂഡുണ്ടല്ലോ അതിങ്ങനെ ഓണായിട്ടുണ്ട്. അപ്പോൾ ഒരു കേക്ക് വാക്ക് റോൾ തന്നെയാണ് അത്. ഒരുപാട് ചെയ്ത് ശീലമുള്ള റോളാണ് കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ കുറച്ചൊന്ന് ഒരു എന്താ പറയുക അലർച്ച പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. കുറച്ചൊന്ന് ഹൈ പിച്ചിൽ പോയിട്ടുണ്ട്. അത്ര വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. പക്ഷെ നല്ല ചെയ്തിട്ടുള്ളതൊക്കെ ആ ഒരു കറക്റ്റ് അതിൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അങ്ങനെ എല്ലാവരെ സംബന്ധിച്ചും എനിക്ക് ഒരു ക്യാരക്ടേഴ്സായിട്ട് ഈ സിനിമയിൽ ഇവരെല്ലാവരും നിൽക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ബ്ലെൻഡാണ് ഈ സിനിമയിൽ കണ്ടത്. എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. അത് സിനിമകളിൽ അത് വരണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഒരു മാസ് സംഭവങ്ങൾ, മാസ് എൻട്രികൾ, ഒബ്വിയസ്ലി അങ്ങനത്തെ കമേഴ്സ്യൽ അങ്ങനത്തെ ടോപ്പിക്സ് വരുമ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെ വേണം. പക്ഷേ ഈ സിനിമ അതല്ല ഡീൽ ചെയ്യുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ട കോണ്ടെക്സ്റ്റിൽ
എന്താണ് ഈ ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടത് അതാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. മമ്മൂട്ടി പിന്നെ കുറേ ടെക്നിക്കലി മമ്മൂട്ടിക്ക് കുറേ ഒരു കറൻറ്റ് റോള്, അതായത് ന്യൂ ന്യൂ ഏജ് മീഡിയ എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ ഉപയോഗിക്കാനുള്ള സ്കോപ്പൊക്കെ കൊടുത്തിട്ട് മമ്മൂട്ടി വളരെ ഹാപ്പി ആയിട്ടാണ് അതിലൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അങ്ങനെ ഒരു ആ ഒരു കോണ്ടന്റിലാണ് ഈ സിനിമ നിൽക്കുന്നത്. എനിക്ക് സിനിമയെക്കുറിച്ച് അത്ര വലിയൊരു നെഗറ്റീവൊന്നും പറയാനില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങളാണ് ഉള്ളത്. പിന്നെ ഇമോഷണൽ കണക്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒരു ക്യാരക്ടറിനെ നമ്മൾ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുക, ആ ഒരു സിനിമയുടെ ആ ഒരു ചിലപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഈ ക്യാരക്ടർ നമ്മൾ ഭയങ്കരമായിട്ട് ഇതൊക്കെ, അങ്ങനെ ഒരു സംഭവം ഈ സിനിമയിൽ നിന്ന് പിക്ക് ചെയ്യാനില്ല. അങ്ങനെ കണക്ട് ചെയ്യുന്ന ക്യാരക്ടർ ബിൽഡിംഗ് അല്ല ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ആക്ച്വലി. അപ്പം അത് ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം ഡെഫിനറ്റ്ലി, പക്ഷേ എന്നെ അങ്ങനെ അത് ബാധിക്കാറില്ല അത്തരം കാര്യങ്ങൾ. എനിക്ക് അതെങ്ങനെ എല്ലാവരും എങ്ങനെ എന്ത് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഡയറക്ടർ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്തു, അതുപോലെ സ്ക്രിപ്റ്റ് എങ്ങനെയുണ്ട്, സ്ക്രിപ്റ്റൊക്കെ ഇങ്ങനെ ഒരു നല്ല ഇൻറ്റഗ്രേറ്റഡ് ആണ് കേട്ടോ. ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അല്ലാതെ അങ്ങനെ നമുക്കങ്ങനെ ഒരു വലിയൊരു ഗ്യാപ്പൊന്നും ഫീൽ ചെയ്യില്ല. പൊതുവെ മഹേഷിൻ്റെ സ്ക്രിപ്റ്റുകൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു റേഞ്ച് നിൽക്കുന്നത്. ഇപ്പോൾ പേട്രിയറ്റിനെ കുറിച്ചിട്ട് ഒരുപാട് ഞാനിപ്പോൾ ഇവിടെ തന്നെ വന്നിറങ്ങിയപ്പോൾ സമയത്ത് തന്നെ നമ്മളെ ഫ്ലാറ്റിൽ തന്നെ കുറച്ച് ആൾക്കാർ നെഗറ്റീവ് റിവ്യൂ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ബേസിക്കലി കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് ഓൾറെഡി അപ്പായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല കേട്ടോ. അത്ര ഞാൻ ഈ സിനിമയെക്കുറിച്ച് അത്ര നെഗറ്റീവ് ഒന്നുമില്ല. അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള, അത്യാവശ്യം ക്ലാസി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി പേട്രിയറ്റ്. മൾട്ടിപ്പിൾ വാച്ചിനുള്ള ഒരു സിനിമയായിട്ടൊന്നും പേട്രിയറ്റിനെ കാണുന്നില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വൺ ടൈം തിയേറ്റർ വാച്ചിന് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പേട്രിയറ്റ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ ശ്രമിക്കുക. നമുക്ക് വേറൊരു സിനിമയ്ക്കായിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.